അതിനൊന്നും ചെയ്യരുത്. അതിനൊന്നും ചെയ്യരുത്. നന്ദിനി, നന്ദിനി, എവിടെ എന്റെ മോളെ? നീ എവിടെയാ മോളെ? നന്ദിനി, നന്ദിനി, ഞങ്ങൾ കാട് മാറ്റി നോക്കിയപ്പോൾ കണ്ടായിരുന്നു. ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ അതൊക്കെ മാറ്റും. നന്ദിനി, നീ ഇനി എപ്പോഴും സുരക്ഷിതയായിരിക്കും മോളെ. നിനക്കുള്ള പൂജകൾ ആരംഭിക്കാൻ നിന്റെ സന്നിധാനത്തില് ഞാൻ വിളക്ക് കത്തിക്കാം. നിനക്കുള്ള പൂജകളെല്ലാം ഞാൻ ചെയ്തോളാം മോളെ. ഇങ്ങനെ ഒരു ശിവലിംഗം ഇവിടെ ഉണ്ടെന്ന് കാട്ടിത്തരാൻ വേണ്ടിയാണോ നീ എന്നെ വിട്ടുപോയത്? നന്ദിനി, പാമ്പാണ് കൊത്തുന്നത്. ഇവളെന്നെ ഒന്നും ചെയ്യില്ല. ഇത് ദൈവമാ. ഈ ഇയാളൊക്കെ സൂക്ഷിച്ച് ചെയ്യേ. ആ പാമ്പ് ചിലപ്പോ തന്നെ കൊത്തിയെന്ന് വരും. വിഷമുള്ള പാമ്പാവും. താനങ്ങ് നീങ്ങി നിൽക്കുന്നേ. ഈ നാഗത്തിന് മനസ്സിലാവും ഇത് ശിവചൈതന്യത്തിൽ ലയിക്കപ്പെട്ട ശക്തി സ്വരൂപം. ഇതിന് നമ്മൾ പൂജകൾ ചെയ്യണം. ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. ശംഭോ ശങ്കര മഹാദേവ ശംഭോ ശങ്കര മഹാദേവ. ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. നിർമ്മല ഭൂഷിക ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. ശംഭോ ശങ്കര മഹാദേവ ശംഭോ ശങ്കര മഹാദേവ. ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. നീ ഇവിടെ തന്നെയാണ് വസിക്കേണ്ടത് മോളെ. ഇത് തന്നെയാണ് നിനക്കുള്ള വാസസ്ഥാനം. ഞാൻ ഇന്നും നിനക്ക് അഭിഷേകം നടത്തിക്കൊള്ളാം. ഈ ജനങ്ങൾക്ക് നീ എന്നും ശാന്തിയും സമാധാനവും പകർന്നു നൽകിയാൽ മാത്രം മതി നന്ദിനി. നിന്റെ മനസ്സ് നിറഞ്ഞെന്ന് എനിക്കറിയാം. ഇനി നീ എന്നും സന്തോഷവതിയായിരിക്കും. നിന്റെ ആനന്ദ താണ്ഡവം ശിവഭഗവാൻ കാണട്ടെ. അത് എനിക്കും കാണണം നന്ദിനി. ആട് നന്ദിനി, ആട്. സന്തോഷത്തോടെ ആട്. നിന്റെ ആ നൃത്തം ഈ ജനങ്ങളെല്ലാം കാണട്ടെ. ഇങ്ങനെ ഒരിടത്തിൽ അനുഗ്രഹം കൊടുക്കേണ്ട നിന്നെ ഈ നാടെല്ലാം കൊണ്ടു നടക്കേണ്ടി വന്നല്ലോ എനിക്ക്. അതിനവരാണ് കാരണക്കാര്. അവരെ ഞാൻ വെറുതെ വിടില്ല. നീ സന്തോഷത്തോടെ ആട് നന്ദിനി. ഗംഗേ, നിന്റെ തന്നിട്ടത്തോരൊന്ന് കാണിച്ചിട്ട് അരുൺ മുന്തേ ഇപ്പൊ അവിടെ വേറെ കല്യാണം കഴിക്കാൻ പോവാ. ഇങ്ങനെ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചു കൂട്ടാനാണോ നീ അരുണിന്റെ കല്യാണം കഴിച്ചത്? കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടായ അത് തീർക്കാനായിട്ട് അവള് മാത്രമാണുള്ളേ. ഞാനിവിടെ ഇല്ലെന്ന് ചോദിക്കുന്നവൻ. അതിന് ഞാൻ എന്ത് ഉത്തരം പറഞ്ഞു മോളെ? പറ.
ഇങ്ങനെ തന്നിഷ്ടക്കാരി എന്ന് പേരെടുക്കാനാണോ നീ കൊട്ടാരത്തിലെ മരുമകളായത്? കഴിക്കുന്ന ചോറിലൊരു പങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞാ അത് ഞാൻ സമ്മതിച്ചു തരാം മോളെ. എന്നാ കെട്ടിയ താലി പങ്കിടണമെന്ന് പറഞ്ഞാ അത് നീ അങ്ങ് സമ്മതിച്ചു കൊടുക്കോ? നിനക്ക് കിട്ടിയ നല്ലൊരു ജീവിതത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവനാ നിന്റെ ഈ അച്ഛൻ. കയ്യിൽ കിട്ടിയ സൗഭാഗ്യം നീ ഇങ്ങനെ തട്ടിക്കളയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പോലെ. എന്നും കരയാൻ മാത്രമേ ഈ അച്ഛന് വിധി ഉണ്ടായിട്ടുള്ളൂ. എന്റെ കാര്യം വിട്, നീ ഒന്ന് കരയേ, മനസ്സ് തുറന്നൊന്ന് കരയേ, കരഞ്ഞു തീർക്കുമോളെ. ഞാൻ എന്തിനു കരയണം? എന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മനസാക്ഷിക്ക് വിരോധമില്ലാതെ ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ എന്തിനു കരയണം? നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയിട്ടും നിനക്ക് അതിലൊരു വിഷമമല്ലേ മോളെ? ഇല്ലച്ചാ, ഇത് ജാനകി ചേച്ചി എനിക്ക് ദാനമായി തന്ന ജീവിത. അതാര് വിചാരിച്ചാലും നശിപ്പിക്കാൻ പറ്റില്ല. അരുൺമോൻ തന്നെ തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്തിട്ടെന്താ? എന്നും എന്നെ വേണമെന്നുള്ളൊരു തീരുമാനേ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകൂ. എന്നെ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ ഒരിക്കലും മനസ്സ് വരില്ലച്ചാ. ജാനകി ചേച്ചിയെ മറക്കാൻ അദ്ദേഹത്തിന് 6 വർഷം വേണ്ടി വന്നു വച്ചാ. എന്നെ മറക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഈ ജന്മം മതിയാവില്ല. നീ അരുൺമോനോടുള്ള വിശ്വാസം കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നേ. എന്നാ നീ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നിടത്തോളം ഒരു തരത്തിൽ അവനും അഴിക്കുള്ളിൽ തന്നെയാ. ത്യാഗമാണെന്നും പറഞ്ഞ് നീ ഇതിനകത്ത് വന്നിങ്ങനെ കിടന്ന അരുൺമോൻ നിന്നെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നീ കരുതിയേ? ദേവസേനയ്ക്ക് വേണ്ടിയാ അരുൺ നിന്നെ കല്യാണം കഴിച്ചത്. ഇപ്പോ അതേ ദേവസേനയ്ക്ക് വേണ്ടി തന്നെയാ അരുൺമോൻ മായയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ചെയ്തോട്ടെ. അതാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെങ്കിൽ അദ്ദേഹം അവളെ കല്യാണം കഴിച്ചോട്ടെ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവത്തെ? നല്ലൊരു ജീവിതം കിട്ടിയിട്ട് അതിങ്ങനെ പാതി വഴിക്ക് കൈവിട്ട് കളയുന്നത് ഒരിക്കലും ഒരു പെണ്ണും ചെയ്യാത്ത കാര്യമാണ്. ഒരു കാര്യം അച്ഛൻ പറഞ്ഞുതരാം. മറ്റൊന്ന് വേണമെന്ന് ഒരാൾക്ക് എപ്പോ തോന്നുന്നോ അതുവരെ ഏതൊരു ബന്ധത്തിനും വരെയുള്ളൂ. ഇപ്പൊ അരുൺമോൻ ഇങ്ങനെ തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നിനക്ക് എന്ത് വിലയുള്ളേ മോളെ? എനിക്ക് വിലയില്ലെന്ന് തന്നെ ഇരുന്നോട്ടെ. എനിക്ക് എന്താണോ വിധിച്ചിരിക്കുന്നത് അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. എന്റെ കാര്യം ഓർത്ത് അച്ഛൻ ഇങ്ങനെ വെറുതെ വിഷമിക്കരുത്. ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തോടെ ഇങ്ങോട്ട് വരരുത്. എന്റെ വാക്ക് നീ വില വെക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാനെന്തിനാ നിന്നെ കാണാൻ വരുന്നേ? വരുന്നില്ല. ദേവസേനെ, എനിക്കിനി അവളോട് ഒന്നും സംസാരിക്കാനില്ല. നിനക്കെന്തിനും പറയാൻ നീ വേഗം പറഞ്ഞിട്ട് വാ. മണിയപ്പൂപ്പന് ഇത്രയും പറഞ്ഞിട്ടും ഗംഗ ചേച്ചി എന്താ വരാത്തെ? എന്താ ഇത്? എല്ലാം അറിഞ്ഞ കൊച്ചമ്പുരാട്ടി തന്നെ എന്നോടിങ്ങനെ. എന്താ ഗംഗ ചേച്ചി എന്നെ കൊച്ചമ്പുരാട്ടിന്ന് വിളിക്കുന്നേ? എന്റെ അമ്മയാണെന്ന് വിചാരിച്ചാണോ? ഞാൻ ദേവസേനയാ ഗംഗ ചേച്ചി. കഴിഞ്ഞ തവണ വന്നപ്പോ ജാനകി ചേച്ചിയായിട്ട് എന്റെ കൂടെ. ചേച്ചി എന്റെ അമ്മേനെ കണ്ടോ? അതെ മോളെ, എന്നോട് സംസാരിച്ചതാ. എന്നിട്ടിപ്പോ പെട്ടെന്നിങ്ങനെ. എന്താന്ന് അറിയില്ല ഗംഗ ചേച്ചി. അമ്മ കുറച്ചു നാളായിട്ട് എന്നോട് മിണ്ടുന്നില്ല. ഞാൻ എത്ര വിളിച്ചിട്ടും അമ്മ വരുന്നേ ഇല്ല. അമ്മക്ക് എന്താ പറ്റിയേ, എങ്ങോട്ടാ പോയേന്നൊന്നും എനിക്കറിയില്ല. ഭൈരവിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ജാനകി ചേച്ചി ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പൊ ജാനകി ചേച്ചി തന്നെ എന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നല്ലോ. ഇനി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ എന്താ ഒരു വഴി? അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എവിടേക്കെങ്കിലും പോവും. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വരും. അമ്മ എന്തായാലും വരും. വരില്ല എന്ന് പറയാതെ ഗംഗ ചേച്ചി വീട്ടിലേക്ക് വരണം. അച്ഛൻ ഗംഗ ചേച്ചിയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ മായ ചേച്ചിയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞേ. അല്ലാണ്ട് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല. ഗംഗ ചേച്ചി പുറത്തു വരാത്തേല് അവിടെ എല്ലാരും വിഷമത്തിലാ.
അച്ഛനെ വിഷമിപ്പിക്കല്ലേ ചേച്ചി. വീട്ടിലേക്ക് വാന്നേ. ഇദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ വരച്ചു വെച്ച് അവളുടെ മനസ്സിലെ കലി അടങ്ങാതിരിക്കാൻ ഇതിങ്ങനെ നോക്കി നോക്കി ഒരുതരം സൈക്കോപാത്ത് പോലെ വെറുപ്പ് വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ മനസ്സിൽ. അവളുടെ പേരെന്താ? ഭൈരവിനോ മറ്റോ ആ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഭൈരവിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ലല്ലോ. ഗംഗ ചേച്ചി, ചേച്ചി, ഗംഗ ചേച്ചി, ചേച്ചി വാ ചേച്ചി, വീട്ടിലേക്ക് തിരിച്ചു വാ ഗംഗ ചേച്ചി. ഗംഗ ചേച്ചി. ആ എല്ലാരും പോയി പോയി സമയം ഇറങ്ങ വേഗം ഇറങ്ങ. വാ ഗംഗ ചേച്ചി, പ്ലീസ് ഗംഗ ചേച്ചി ഒന്ന് വാ ചേച്ചി. മോളെ സമയം ഇനിയും പോ. എന്താ സ്വപ്നം കണ്ടു നിൽക്കുക? സമയമൊക്കെ കഴിഞ്ഞ് കയറിപ്പോ. ആ പോ. ഓണായിട്ട് മഴയും ബഹളമൊക്കെ ആയിരുന്നു, ഒരു പരിപാടി നടന്നില്ല. നീ ഓണത്തിന് നാട്ടിൽ പോയോടി? ഇല്ല. അടുത്ത മാസം അമ്പ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ഇങ്ങോട്ട്. കൊള്ളാലോ. നീ ഓണക്കോടി എവിടെ നിന്ന് എടുത്തത്? ആലുവയിലെ രാജേട്ടൻ. അവിടെ ഭയങ്കര വിലക്കുറവാണെന്ന് കേട്ടല്ലോ. ഒന്ന് നിക്കണേ. ഇവരേതാ? എന്താ വേണ്ടേ? ഇങ്ങനെ വട്ടം കയറിയുന്ന എന്നാ ചെയ്യുന്നേ? ആരാ അപ്പൂപ്പ അവര്? എന്താ അവരെ തന്നെ നോക്കി നിക്കണേ? കാശിന് വേണ്ടിട്ടായിരിക്കും. ഇപ്പൊ നാട്ടിൽ എങ്ങോട്ട് തിരിഞ്ഞാൽ ഇതുങ്ങളുടെ ശല്യാണല്ലോ. എടി അങ്ങനെയൊന്നും പറയല്ലേ, അവരും മനുഷ്യരൊക്കെ തന്നെയല്ലേ. വല്ല 5 or 10 ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വേഗം പോവാൻ നോക്കാം. എനിക്ക് പൈസയൊന്നും വേണ്ട. രണ്ടുപേരുടെയും സാരിയുടെ മുന്താണിയിൽ നിന്ന് ഓരോ കഷ്ണം എനിക്ക് കീറി തന്നാ മതി. ആലോചിക്കാതെ വേഗം കീറി തരുമെന്നേ. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ? എത്ര രൂപയുടെ സാരി എന്നറിയോ ഇത്? ആരെങ്കിലും പുതിയ സാരി കീറി തരുമോ? വഴിന്ന് മാറി സമയം കളയാതെ ഞങ്ങൾക്ക് പോണം. നിനക്കായിരുന്നല്ലോ വലിയ സഹതാപം. ഇപ്പൊ കണ്ടില്ലേ, സാരി കീറി കൊടുക്കാനാ പറയുന്നത്. എന്തൊക്കെ പറയണേ? ഭ്രാന്താന്ന് എനിക്ക് തോന്നുന്നത്. ഇവരെ കണ്ടിട്ട് അങ്ങനെ എനിക്ക് പ്രശ്നക്കാരിയാണെന്നൊന്നും തോന്നുന്നില്ല. പൈസ ചോദിക്കുമായിരിക്കും വിചാരിച്ചെ. പക്ഷേ ഈ സാരിത്തുമ്പ് കീറി തരാൻ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങോട്ട് തരുമെന്നേ. എടി എന്താ ഇത്? നടുറോട്ടിൽ തടഞ്ഞു നിർത്തി അഭ്യാസം കാണിക്കാ നീ? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നെ ഞങ്ങള്. ഈ തുണി വെച്ച് നിങ്ങൾ എന്തെങ്കിലും പൂജ ചെയ്യാൻ പോവാണോ? അതിനുവേണ്ടി ഞാൻ ചോദിക്കണേ. ഇതാണെങ്കിൽ നിങ്ങൾക്കൊട്ട് പറഞ്ഞാൽ മനസ്സിലാവേയില്ല. ഒരറ്റം കീറി തരുമെന്നേ. എടി എന്തിനടി വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? സാരിയുടെ ചെറിയൊരു അറ്റല്ലേ ചോദിക്കുന്നേ. അവരെ കീറി കൊടുത്തിട്ട് പോവാന്നേ. ഈ മുന്താണിന്നൊരു അറ്റം പോയാൽ ആരറിയാൻ അതൊക്കെ? നീ കീറി കൊടുത്തു തരുന്നേ. എടി ഇതേ പുതിയ സാരിയാ, ഞാനിത് കീറി തരുമൊന്നുമില്ല. വെറുതെ സമയം കളയല്ലേ, വഴിന്ന് മാറും. ഇങ്ങനെയുള്ളവരൊക്കെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാവും. പിന്നെ കീറി കൊടുത്ത എന്തായിരുന്നു നിനക്ക്? ഒന്ന് നിൽക്കണേ. അവള് തരില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ? അതല്ല, സാരി കീറി തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ വഴിക്ക് പോകാതെ വന്ന വഴി മടങ്ങിപ്പോയിക്കോളൂ. പിന്നെ ഈ വഴിക്ക് ചുറ്റിപ്പോയാ എപ്പോ വീട്ടിലെത്താനാ? ഇതിന് തലയ്ക്ക് വട്ടാന്ന് എനിക്ക് തോന്നുന്നേ. വായിച്ച് പണ്ട് ട്രാഫിക്കിലായിരുന്നു തോന്നുന്നു. വേഗം വാ, പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നു കാണും. വേഗം വാ. ചേച്ചി വരുന്നുണ്ടെങ്കിൽ വാ. വാ ചേച്ചി.
വിളിക്കേ. എന്ത് കഷ്ടമാണ്. ആരെങ്കിലും വിളിച്ചാൽ വണ്ടി വല്ലതും തടയണമെന്ന് വണ്ടി ആശുപത്രി കൊണ്ടുപോകാം. അവര് ചോദിച്ച പോലെ നിന്റെ സാരത്തുമ്പത്തിന് കയറി കൊടുത്തുണ്ടായിരുന്നോടെ നിനക്ക്. അവര് പറഞ്ഞതുപോലെ തിരിച്ച് വന്ന വഴിക്കിട്ട് പോയാ മതിയായിരുന്നു. അയ്യോ അയ്യോ എന്താ സതി, നിനക്കിങ്ങനെ വന്നല്ലോ സതി. അയ്യോ സതി, നമുക്ക് വരാനിരുന്ന ആപത്തിന്ന് നമ്മൾ രക്ഷിക്കാൻ വന്ന ദൈവമാണ് ഞാൻ പോണത്. നമ്മളെന്നും വഴങ്ങുന്ന അർദ്ധനാരീശ്വരനാണ് ഞാൻ വന്നിട്ട് പോയതാ. തിരിച്ചറിയാൻ നമുക്ക് പറ്റിയില്ലല്ലോ. പഴയ കീറിയ പുടവ എടുത്തോണ്ട് ഇങ്ങോട്ട് താകും. നിന്റെ വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയണേ സാദി. സാദി, ഓ ഛേ, ദിവാകർ എന്ന് വിളിച്ചിട്ട് പിന്നെ തിരിച്ചു വിളിച്ചില്ലല്ലോ. പ്രശ്നങ്ങളുടെ ഇടയിൽ ഞാനതങ്ങ് മറന്നുപോയി. എന്തിനാണ് അവ വിളിച്ചത്? ഇതെന്താ കോള് കണക്ട് ആവുന്നില്ലോ. ഓഫീസിലേക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ. ആ ഹലോ, ഞാൻ അരുണ സംസാരിക്കുന്നത്. ദിവാറുണ്ടോ അവിടെ? അല്ല, എനിക്ക് മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാർ, നിങ്ങളപ്പോ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ദിവാകർ സാർ ഇപ്പോ ജീവനോടെ ഇല്ല. അല്ല, എനിക്ക് മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാർ, നിങ്ങളപ്പോ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ദിവാകർ സാർ ഇപ്പോ ജീവനോടെ ഇല്ല. അദ്ദേഹം മരിച്ചിട്ട് 2 ദിവസമായി. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ബോഡി ഇടുക്കി ഡാമിന്ന് കിട്ടിയത്. ഡാമിന് ചുഴിയിൽപ്പെട്ട് മരിച്ചതാണെന്നാ പോലീസ് പറഞ്ഞത്. വെള്ളത്തിലുള്ള മരണമായതുകൊണ്ട് ബോഡി വല്ലാതെ അഴുകിപ്പോയിരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ അടക്കം ചെയ്തു. അതുകൊണ്ട് ആരും ഇൻഫോം ചെയ്യാൻ പറ്റായിരുന്നേ. സോറി സർ. പാർവതിപുരത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് പിന്നെങ്ങനെ ഇടുക്കി ഡാമിന്റെ അടുത്തെത്തിയത്? അന്ന് അയാൾ എന്നെ എന്ത് പറയാനായിരിക്കും വിളിച്ചത്? ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. ചേച്ചി, എന്താടി? ചേച്ചി, ചേച്ചി പറഞ്ഞില്ലേ കയ്യിൽ ഫോൺ ഉണ്ടെന്ന്? എന്റെ ഭർത്താവിന് ഒരു ഫോൺ ചെയ്യണമായിരുന്നു. ഒരു കോള് ചെയ്യാനായിട്ട് 100 രൂപയാ. കുഴപ്പമില്ലല്ലോ. ഞാൻ തരാം, ഇങ്ങിതാ. ശരി, ഇന്ന് വാർഡ് മഞ്ഞിന് മുമ്പ് വേഗം സംസാരിച്ചിട്ട് തിരിച്ചിങ്ങ് തന്നേക്കണം കേട്ടല്ലോ. ശരി, ഫോൺ സൂക്ഷിച്ചോളണേ. അരുണേട്ടാ, ഏട്ടാ, ഫോൺ അടിക്കുന്നു. അരുണേട്ടാ, ഹലോ, അതെ, ഞാൻ ഗംഗയെ സംസാരിക്കുന്നേ.
ഹലോ, എന്താ നിങ്ങൾ എന്നോട് ഒന്നും മിണ്ടാത്തത്? എന്നോട് പിണക്കാണോ? അയ്യോ, എനിക്ക് അധിക നേരം സംസാരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് പറ നിങ്ങള്. ഹലോ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നിങ്ങക്ക്? കേൾക്കുന്നുണ്ട്. ആരാ സംസാരിക്കുന്നേ? റോങ് നമ്പർ. ഹലോ ഹലോ. കഴിഞ്ഞില്ലേടി, ഇങ്ങോട്ടാ. അയ്യോ ചേച്ചി, റോങ് നമ്പർ ആയിപ്പോയി. ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കട്ടെ പ്ലീസ്. എന്താ പെണ്ണെ, നമ്പറൊക്കെ നോക്കി കൃത്യമായിട്ട് വിളിച്ചൂടെ? ശരി ശരി, വേഗം ആയിക്കോട്ടെ. എന്നാ ഫോൺ വന്നിരുന്നോ? അല്ല, അത് പിന്നെ ആരാ വിളിച്ചത്? ഏതോ റോങ് നമ്പർ ആയിരുന്നു അരുണേട്ടാ. ശരി, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ശരി. ഹലോ ഹലോ